അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറകത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഹജ്ജാജികളെ, ഹജ്ജുമ്മമാരെ, ഇവിടെ കൂടിച്ചേർന്ന മറ്റു സുഹൃത്തുക്കളെ, ഞാൻ ഒരു മതപ്രസംഗം നടത്താനോ അല്ല ഭൗതികമായ ഒരു പ്രസംഗം നടത്താനോ ഒരു കഴിവുള്ളവനോ ഒരു വിദ്യാഭ്യാസമുള്ളവനൊന്നുമല്ല. നേരെ പാത്യ പോലും ഓതാൻ അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഹജ്ജിന് പോന്ന് ഉംറയ്ക്ക് പോകുന്നെന്ന് പറയുമ്പോൾ അവരോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് അള്ളാഹിൻ്റെ വിരുന്നുകാരായിട്ട് പോകുന്നൊരു കൂട്ടരാണ്. അവർ ചോദിച്ചതിനെല്ലാം അള്ളാഹു ഉത്തരം ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അപ്പം അതിൽ ഞങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഇവർ ബഹുമാനിക്കുമ്പോൾ ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ അതിന് പ്രാപ്തിയുള്ളവനൊന്നല്ല ഞാൻ. എങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിൽ എൻ്റെ അനുഭവം, ഞാൻ ഒരുപാട് പ്രാവശ്യം ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അത് തമ്മിൽ ഒരു പങ്കുവെക്കുക, ഒരു 10 മിനിറ്റ്, അത് നിങ്ങൾക്ക് ഫലം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഹജ്ജിന് പോകുന്നവർ ആദ്യം നിർവഹിക്കേണ്ട ഒരു കാര്യം തമ്മിൽ സലാം പറയുക. അത് ജീവിതത്തിൽ തുടർന്നു കൊണ്ടേ പോവുക. ഹജ്ജിന് പോകുന്നെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഒരു പ്രകൃതി മാറി. ഇപ്പം നിങ്ങൾ ഈ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിങ്ങൾ ചോദിക്കുന്ന എല്ലാ അള്ളാഹു ഉത്തരം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സലാമിനെ അധികരിപ്പിക്കുക. ആരോടാ സലാം പറയുക? മുസ്ലിമുകൾ എന്ന് അറിഞ്ഞാൽ അവരോട് സലാം പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മൗലവിൻ്റെ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ പരിപാടിക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നിരുന്നു. അപ്പോൾ ഒരുപാട് ആളോട് ഞാൻ ക്ലീൻ സേവ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു, ഇത് ഹജ്ജിന് പോകുന്നവരോട്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞ് 2-3 പേര് താടിയും വെച്ച് എൻ്റെ കടയിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നിങ്ങളും ഈ ഹജ്ജിന് പോകുന്ന പുരുഷന്മാർ ആരും എനിക്ക് ക്ലീൻ സേവ് ചെയ്യരുത്. തമ്മിൽ സലാം പറയാൻ വേണ്ടി അവന് മുസ്ലിം എന്ന് അറിയണം. അത് ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ആർക്കും എന്തറിയും? നമുക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? മുസ്ലിം എന്ന് പറയാനുള്ളൊരു സമയം നമുക്ക് മറ്റാൾ നമ്മളോട് സലാം പറയണമെങ്കിൽ നമ്മളൊരു മുസ്ലിം എന്ന് അറിയണ്ടേ? അല്ല മുസ്ലിമുകളുടെ നമസ്കാരം എന്നല്ലേ പറയൽ? അപ്പം അതുകൊണ്ട് അതിനുള്ള സംവിധാനം ഈ ഹജ്ജിന് പോകുന്ന എത്ര പുരുഷന്മാരുണ്ട് അവരൊക്കെ കുറച്ചെങ്കിലും ഒരു മുസ്ലിം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലീൻ സേവ് ചെയ്യുക. അള്ളാഹുവിൻ്റെ റസൂലിന് ഭയങ്കര ബേജാറുള്ളൊരു സംഗതിയായി ക്ലീൻ സേവ്. റസൂലിനെ പിൻപറ്റില്ല, പിന്നെ ഞാൻ എന്തുണ്ടായിട്ട് എന്താ ഗുണം? അത് നിങ്ങളായിട്ട് എല്ലാവരുമായിട്ട് വയസ്സിന് മൂത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളൊരു മൂത്ത ജ്യേഷ്ഠൻ പറയുന്നത് പോലെ വിചാരിച്ച് എന്നെ മേലിൽ അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 4-5-6 ദിവസം. ദുൽഹജ്ജ് 8-ന് ഇഹ്റാം കെട്ടി മിനയിൽ പോയി, 9-ന് അറഫയിൽ പോയി, പിന്നെ 13 വരെ കല്ലെറിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ തവാഫും ചെയ്യും മുടിയും വെട്ടിയിട്ടാകുമ്പോൾ നമ്മൾ ഫാദിലായി ഹാജിയായി. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ. അറഫ ഇല്ലാത്ത ആൾക്ക് ഹജ്ജില്ല എന്നാണ്.
അപ്പോൾ അറഫയിൽ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് മണിക്കൂർ മുമ്പേ അറഫയിൽ നമ്മളെ കൊണ്ടാക്കും. 8-ാം തീയതി പോകേണ്ട നമ്മളെ മിനാലേക്ക് 7-ന് തന്നെ കൊണ്ടുപോകും രാത്രി. 9-ന് പോകേണ്ട അറഫാക്ക് പോകേണ്ട നമ്മളെ 8-ന് തന്നെ കഴിഞ്ഞ രാത്രി നമ്മൾ അറഫയിൽ കൊണ്ടുപോകും. വിശാലമായ സ്ഥലമാണ്. ഉച്ചയ്ക്ക് ശേഷം മഗ്‌രിബ് വരെ ഒരു പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരും. എന്തെങ്കിലും ചോദിക്കില്ലല്ലോ. ഹജ്ജിന് പോയാൽ എന്തെങ്കിലും ചോദിക്കുമോ? ആ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അവിടെ ഒക്കെ ഞങ്ങളെപ്പോലത്തെ ആൾ നിങ്ങൾക്ക് ഓർമ്മ വേണം. നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു കുറേ ടൈമൊന്നുമില്ല, ചെറിയ ടൈമേ ഉള്ളൂ. അപ്പോൾ ആടെ കുറേ ആലിമ്യങ്ങൾ ദുആർക്കുന്നുണ്ടാവും. നിങ്ങളെ സംഘാടകരൊക്കെ ഇപ്പോൾ വരുന്ന ഉസ്താദന്മാർ ദുആക്കും, നിങ്ങളും ആമീൻ പറയും. അതുപോരാ. ഉസ്താദന്മാർക്ക് നിങ്ങൾ എന്ത് തെറ്റ് കുറ്റമുണ്ടെന്ന് ഉസ്താദന്മാർക്ക് അറിയില്ല. നിങ്ങൾ എന്തെല്ലാം ദോഷം ചെയ്തിട്ടുണ്ടെന്ന് ഉസ്താദന്മാർക്ക് അറിയില്ലല്ലോ. നിങ്ങളെ അള്ളാഹുവോട് കരുണ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഭക്ഷണം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അവിടെ. ഫ്രീ ആയിട്ടും കിട്ടുന്നു, മുത്തവഫിൻ്റെ വകയിലുണ്ട്, മറ്റേ വേറെ വകയിലെല്ലാം എന്ത് വേണമെങ്കിലും അവിടെ കിട്ടുന്നു. കുറച്ചും ഭക്ഷണം കഴിക്കുക. അന്ന് മഗ്‌രിബിൽ ഭക്ഷണം കുറച്ച് കഴിക്കുക. എന്തിനാ? കണ്ണിൽ വെള്ളം വരാൻ വേണ്ടിയാണ്, നമ്മളെ മനസ്സ് ഉരുകാൻ വേണ്ടിയാണ്. കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നോമ്പ് വെക്കാൻ പാടില്ല. നിങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഇവിടെ നോമ്പ് വെക്കാൻ, നിങ്ങൾക്ക് നോമ്പ് വെക്കാൻ അവിടെ പാടില്ല. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹുവോട് എല്ലാ അവലാദികളും പറയുക. ആദ്യമായിട്ട് അവരവരുടെ നെഫ്സിന് വേണ്ടി ദുആ ചെയ്യുക. അവരവരുടെ പച്ച മലയാളത്തിൽ അള്ളാഹുവോട് കേൾക്കുക. അറബി ഇംഗ്ലീഷ് ഒന്നും അറിയണമെന്നില്ല. പച്ച മലയാളം നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ അള്ളാഹുവോട് ചോദിക്കുക. പച്ചയായിട്ട്. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും. പക്ഷേ ചോദ്യം ദുആ അതൊരു ദുആ ആയിരിക്കണം. പേപ്പർ വായിക്കുമ്പോൾ അത് വന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ പേപ്പർ വായിക്കാറില്ലേ? പേപ്പർ വായിക്കുമ്പോൾ വായിച്ചിട്ട് ഒരു കാര്യം നമുക്ക് നേടാൻ പറ്റില്ല. നമ്മളെ കൽബിന് നമ്മളെല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക. എന്ത് ദുആ ചെയ്യുക, അപ്പോൾ അള്ളാഹ് സ്വീകരിക്കും. നമ്മൾ പല ആൾക്കാർക്കും പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ആളെല്ലാം ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഹജ്ജിന് പോകുന്ന ടൈമിൽ വളരെ സുഖമാണ്, ഒരു രോഗവുമില്ല. ഹജ്ജിന് പോകുമ്പോൾ ഉംറയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ മരുന്ന് കൊണ്ടുവരാം, പക്ഷെ കഴിക്കലില്ല, വളരെ കുറവാണ്. പാടായ ഒരു ഇൻട്രസ്റ്റാണ്. ആ ടൈമിൽ അള്ളാഹ് വിളിച്ചിട്ട് പോവുകയല്ലേ, എല്ലാവർക്കും പോകാൻ പറ്റുന്നുണ്ടായിപ്പോൾ. അപ്പോൾ ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഹജ്ജ് കബൂലാകും പോലെ നിങ്ങൾ ചെയ്യുക. 5-6-7 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. എല്ലാവരും കഴിവുള്ളവരല്ല, കഴിവില്ലാത്തവർ അപ്പുറം ഇപ്പുറമെല്ലാം ഇതാക്കിയിട്ട് പോകുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ടാകാം. അപ്പം അതുകൊണ്ട് ആ പോയതിൻ്റെ എല്ലാ നന്മയും നമുക്ക് കിട്ടണം. ആ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പരമാവധി എത്ര കഴിയുമെന്നറിയില്ല, കഴിയും പോലെ നിങ്ങൾ അവിടെ പോയി ഇബാദത്ത് ചെയ്യണം. പിന്നെ അറഫ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിനാലേക്ക് വരും, കല്ലെറിയാനുണ്ട്. അതെല്ലാം നിങ്ങൾ ഉസ്താദന്മാർ വളരെ പ്രഗത്ഭരാണ്, നിങ്ങൾ പേടിക്കേണ്ട എല്ലാ സംവിധാനവും ഉണ്ടാക്കി തരും. പക്ഷേ നിങ്ങൾക്ക് ആർക്കും ദേഷ്യം വരാൻ പാടില്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു നേരത്തെ എന്തെങ്കിലും ശരിയായില്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ദേഷ്യപ്പെടരുത്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പോകുന്നുണ്ടാകല, ഉമ്മ മക്കൾ പോകുന്നുണ്ട്, പക്ഷേ അന്യോന്യം നല്ല സൗഹൃദത്തിൽ അള്ളാഹ് സ്വീകരിക്കും പോലെ ആക്കുക. ആരൊക്കെ എന്ത് പറഞ്ഞാലും അതിനെ അങ്ങോട്ട് കേട്ട് അതിനെ വിട്ടുകളയാ.
അപ്പോൾ ഇങ്ങോട്ട് ഇതാക്കാൻ നോക്കണ്ട. അപ്പോൾ അതെല്ലാം സോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ കിട്ടിയ സന്ദർഭം ഉപയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കാം. ഞാൻ ഒരുപാട് ഉംറയിൽ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ഉണർത്താം. എൻ്റെ ഒരു അനുഭവം. 1995 ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കതൊരു ഈമാൻ്റെ ഒരു ലക്ഷണത്തെ ഒരു കാര്യം കിട്ടുമെന്നല്ല ഞാൻ പറയുക. 1995 ഞാൻ ഹജ്ജിന് പോവുക. മുമ്പും പോയിട്ടുണ്ട്. 95 ശേഷം ഇപ്പോഴും ഈ 2023 വരെ പോയിക്കൊണ്ടേ ഉണ്ട്. കാരണം അത് അത്ര ഇഷ്ടമാണ് എനിക്ക് അവിടേക്ക് പോകാൻ. ഇപ്പോൾ കൊല്ലത്ത് ഒരു പ്രാവശ്യം ഹജ്ജിന് ഉംറയൊക്കെ ആയിട്ട് പോകാതെ ഇല്ല, ഞാൻ എപ്പോഴും പോവും. ആ 95 എനിക്ക് റമദാൻ മാസത്തിൽ ചെറിയൊരു അറ്റാക്ക് ഉണ്ടായി. അങ്ങനെ എന്നെ മംഗലാരം കൊണ്ടുപോയി. അപ്പോൾ ഹജ്ജിന് പോകുന്നുണ്ട് ഞാൻ. റമദാൻ മാസത്തിലാണ് ഈ സംഭവം. ഒരു 11 മണിയാകുമ്പോഴേക്ക് എനിക്ക് അവിടെ പകൽ ബോധം വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലുണ്ട്. എനിക്ക് സംഭവം ഒന്നും അറിയില്ലല്ലേ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യാൻ പറ്റില്ല, യാത്രക്കുള്ള കോപ്പില്ല, നിങ്ങൾ മറ്റേ ഇതുണ്ട് എന്തെല്ലാം അവരുടെ നിയമപ്രകാരം പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് കരുതി, എന്തായാലും മക്കത്തെ പോവുകയല്ലേ, മരിക്കുന്നെങ്കിൽ അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് ഒരു ദിവസം ഇപ്പോൾ ഉള്ള പോലെ സൗകര്യമൊന്നും അപ്പോൾ ഇല്ല. ഇപ്പോൾ 4 ആൾക്ക് ഒരു റൂം, ഒരു ബാത്റൂം, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച് ആയിട്ടുള്ള ഒരു നല്ല സംവിധാനത്തോടുകളുള്ളതാണ്. അപ്പോൾ 15 ആൾക്ക് ഒരു റൂം. ഈ 15 ആൾക്ക് ഒരു റൂമെങ്കിൽ 4 റൂമുകാർക്ക് ഒരു ബാത്റൂമാണ്. അപ്പോഴത്തെ കാലം അങ്ങനെ. ഇപ്പോഴത്തെ പോലെ സൗകര്യമൊന്നും മക്കത്തും മദീനത്തൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ പോലെ കട്ടിൽ കിടക്കുകയൊന്നുമില്ല. വിരിപ്പ് കൊണ്ടുപോകുമ്പോൾ അതിന് ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്ത് കിടന്നിട്ട് രാവിലെ ഇത് ഉറങ്ങുന്നല്ല സിസ്റ്റം. അങ്ങനെ എല്ലാവരും ഒന്നിച്ച, വേറെ സംവിധാനം ആ കാലത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞാനൊരു 10 മണിയാകുമ്പോൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി. പിന്നെ ടവൽ എടുത്തിട്ടല്ലേ നമ്മൾ കുളിക്കാറ്. ബാത്റൂമിൽ നിന്ന് വെള്ളം വീണുകൊണ്ടുണ്ട് എനിക്ക് ശരിയൊരു അറ്റാക്ക് ആണെന്ന് വന്നു. അങ്ങനെ കൈയും കാലൊന്നും ഇറങ്ങുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. മറ്റാളോട് വാതിലിന് ലോക്കിട്ടില്ലേ, ഈ 4-5 റൂമുകാർക്ക് 50 ആൾക്ക് ഒരു ബാത്റൂം നമ്മൾക്ക് ലോക്ക് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ. അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല, കൈയും കാലും ഇറങ്ങുന്നില്ല. അങ്ങനെ കൽബിൽ കുറച്ച് അന്ന് ഞാൻ അല്ലാടുമായിരുന്നു, ഈ സ്ഥലത്ത് എൻ്റെ മൗത്തിനെ പിടിക്കല്ല അല്ലാ, ഇന്നും എൻ്റെ പുറത്താക്കളും ഒരുപാട് കിളി. എങ്ങനെ ദുആ ചെയ്യണം അതുപോലെ ചെയ്തു. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ബലത്ത് കൈ ഇറങ്ങാൻ തുടങ്ങി, പ്രയാവാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചാൽ ശരിക്കും തടകി കൊടുക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് തടകിയിട്ടാകുമ്പോൾ ഇടത്തെ കൈ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ 2 കൈയോടും തടകി പാകൽ. അപ്പോൾ കാലും ഓരോന്നര ചലിക്കാൻ തുടങ്ങി. മണി അരമണിക്കൂറായി. പുറത്തെ ആൾ കാക്കുക. എൻ്റെ അസുഖം എൻ്റെ ഭാര്യയൊക്കെ അല്ലാതെ റൂമിലുള്ള ആൾക്കൊന്നും അറിയില്ല. അവൾ കൂക്കുക. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ വന്നു, പുറത്ത് വന്നു. സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ പിന്നെയും 2-3 മണിക്കൂർ എടുത്തു. ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറയാൻ കാരണം, ദുആ ചെയ്യും പോലെ ദുആ ചെയ്താ നമ്മളെ മനസ്സും കൽബും ശരീരവും അല്ലാഹുവിൽ അർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും.
അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഡോക്ടറോട് ഈ സംഭവം എല്ലാം പറഞ്ഞു, എന്നെ ചികിത്സ വന്ന് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് സ്കാനിങ് എടുക്കണമെന്ന്. സ്കാനിങ് എല്ലാം എടുത്ത് നോക്കുമ്പോഴേക്കും മുമ്പത്തെ സ്കാനിങ് പോലെയല്ല പിന്നത്തെ സ്കാനിങ്ങിലുള്ളത്. ഇപ്പോൾ 30 കൊല്ലമായി എനിക്ക് അസുഖമില്ല. ഞാനിപ്പം മരുന്ന് കഴിക്കുന്നില്ല. അത് അള്ളാഹ് മാറ്റിയതാ. അത് അള്ളാഹു തആല മാറ്റിയത്, ഒരു ഡോക്ടർ മാറ്റിയതല്ല. അത് ശ്വാസിത. ഇപ്പോഴും ഞാൻ എല്ലാ കൊല്ലം പോകാറുണ്ട്. അള്ളാഹ്ക്ക് നന്ദി കാണിക്കല്ലേ. അള്ളാഹോട് നന്ദി നമ്മൾ കാണിക്കണ്ടേ. മരിക്കുമെന്ന് തോന്നിയിട്ട് മരണിപ്പെടാതെ വീണ്ടും വീണ്ടും ജീവിപ്പിച്ച ഇതുവരെ ആസ് തന്ന അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിക്കണ്ടേ. ആ നന്ദി നിങ്ങൾ അവിടെ കാണിക്കണം. തീർച്ചയായും അള്ളാഹു കബൂൽ ചെയ്യും. നിങ്ങളൊന്നും പേടിക്കണ്ട. എന്ത് ചെയ്യും? ദൂരം പോകുന്നല്ലേ, അത്രയല്ലേ, മക്കല്ലേ, മദീനല്ലേ, ആൾ കൂടി എല്ലാം സുലഭമാണ്. നമ്മൾ കാണുന്ന മാത്രം തവാപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾ വെള്ളം പറയുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടുണ്ടാവും. അപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പോകുന്നത് നമുക്ക് തോന്നും. പോയി കഴിഞ്ഞാൽ വളരെ സുഖമാണ്, ഒരു ബുദ്ധിമുട്ടാകുന്നില്ല. നിങ്ങൾ അമീർ പറയും പോലെ കേൾക്കണം. എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്രകാരമൊന്നും ചെയ്യരുത്. നിങ്ങൾക്കറിയില്ല, അവർ അറിയുന്നവർ പറയുന്നത് പറയും പോലെ നിങ്ങൾ കേൾക്കണം. ആരും ദേഷ്യപ്പെടാതിരിക്കുക. എല്ലാവരും തമ്മിൽ സലാം പറയുക എപ്പോഴും. അതിന് ടൈം വെക്കണ്ട. ഞാൻ ഉച്ചയ്ക്ക് കണ്ടിന്, വൈകുന്നേരം കണ്ടിന്, രാവിലെ കണ്ടിന്, പിന്നെ അതല്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഭാര്യ ഭർത്താവോട് പറയുക, ഭർത്താവ് ഭാര്യയോട് പറയുക, ഉമ്മ മക്കളോട് പറയുക, മക്കൾ ഉമ്മയോട് പറയുക, ഉപ്പയോട് പറയുക. ഈ സന്ദർഭം അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം. ഇനി മേലിൽ എല്ലാവരോടും സലാം പറയുക. മുമ്പൊക്കെ പെണ്ണുങ്ങൾക്കെല്ലാം സലാം പറയാൻ വളരെ മടിയാണ്. ഇപ്പെല്ലാം പറയുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അത് ഭയങ്കര സലാം പറയാത്തവന് അള്ളാഹ് സലാമത്താക്കൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അതുപോലെ ഇനി ജീവിക്കാൻ പഠിക്കാൻ ഒരു ചേഞ്ചാണ്. ഒരു ചേഞ്ച്. ഞാൻ ആജിയാണ്. അതുകൊണ്ട് ആ ലെവലിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ആരും നിർബന്ധിക്കാതെ ദേഷ്യത്തിൽ പറയാതെ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് പോകാൻ നല്ല വിധി കൂട്ടും. ഇത് മാത്രമല്ല, ഇനിയും ഈ പോക്കിൽ നിങ്ങൾക്ക് തീർക്കാൻ നോക്കണ്ട. ഇനിയും അള്ളാഹോട് ചോദിക്കുക, ഇനിയും എനിക്കിവിടെ വരാനും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം. ഞാൻ ദ്വാരക്കൽ അങ്ങനെയാണ്. ഒരു ഉംറക്ക് പോയാൽ ഹജ്ജിന് പോയാൽ കുറച്ച് തന്നെ അടുത്ത കൊല്ലം നീ എന്നെ എടുക്കൊണ്ടിരുന്ന കൊണ്ടുപോയിക്കോട്ടെ. നമ്മൾ വെൽത്തിൽ പോയാലോ, നമ്മൾ ആരോഗ്യത്തിൽ പോയാൽ, നമ്മൾ പണം കൊണ്ടും ആരെ കൊണ്ടും പറ്റൂല, അള്ളാഹ് കൊണ്ടുപോകണം. നിങ്ങളൊക്കെ അള്ളാഹിൻ്റെ വിരുന്നുകാരാണ്. ആ വിരുന്നുകാരായിട്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരണം. പിന്നെ നിങ്ങളെ യാത്ര മദീനയാണ്. ഹജ്ജിന് മുൻപ് പോന്ന മദീനത്തേക്ക്. മദീന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മളെ പുന്നാര നബിയുള്ള സ്ഥലമാണ്. നിങ്ങളൊരു പിള്ളേരെ കളിയാക്കരുത്. റസൂലുള്ളാഹ് ഞമ്മക്ക് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെയൊന്നും ഇല്ല ഉണ്ടാ. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു. അത് അള്ളാഹിൻ്റെ റസൂലിലേക്കാണ്. ആ റസൂലെ നമുക്ക് പറഞ്ഞത് ഖുർആൻ ഇങ്ങനെ, ഹദീസ് ഇങ്ങനെ. ആ റസൂലിനെ നമുക്ക് ബഹുമാനിക്കണ്ടേ. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം റൗലേക്കാലേക്ക് പോകാൻ പറ്റും. മുമ്പൊക്കെ കൂടുതൽ പോയിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ കൊല്ലത്തിലൊരു പ്രാവശ്യം. ഉംറയ്ക്ക് എല്ലാ കൊല്ലം പോകുന്ന ആൾക്ക്, എല്ലാ ഇതിലെ ഗ്രൂപ്പിൽ പോകുന്ന ആൾക്കൊന്നും പറ്റില്ല. ഇപ്പം പത്രത്തിൽ കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല. ഈ കൊല്ലം 2024 മുതൽ ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യമേ റൗലാക്ക് പോകാൻ പറ്റും. അവിടെ ഒരു 10-15 മിനിറ്റ് കിട്ടുന്നുണ്ട്. അതിനെ മുതലാക്കുക. അവിടെ അങ്ങനെ നല്ലോണം അള്ളാഹുടെ ദ്വാരക്കുക. അള്ളാഹുടെ ദ്വാരക്കുക. റസൂലുള്ളാഹിൻ്റെ സന്നിധിയല്ലേ, ദ്വാരന്നുകൊണ്ടേയിരിക്കുക. എപ്പോഴും നല്ല നിലയിൽ ദ്വാരക്കാനും. ഈ യാത്രയപ്പ് നൽകുന്നത് ഞാനിവിടെ വന്നത് ഇതിനൊരു നിങ്ങൾ നിന്ന് മുതലാക്കാനൊന്നല്ല. ഹജ്ജിന് പോകുന്ന ആളെ ദുഹ
അള്ളാഹ് സ്വീകരിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾ എൻ്റെ കുടുംബത്തിന് നിങ്ങൾ ഉൾപ്പെടുത്തും. ഇൻഷാ അള്ളാഹ് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ടും ഞാൻ ചെറുക്കളയിൽ ഒരു കട നടത്തുന്നവനാണ്. ചെറുക്കളയിൽ ഒരു മലഞ്ചരക്കിൻ്റെ വ്യാപാരിയാണ് ഞാൻ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ആരെങ്കിലും ആ ഭാഗത്തെ കൂടിയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ എന്നെ നിങ്ങൾ ഹജ്ജിന് പോയിട്ട് വന്നിട്ട് ഒന്ന് കാണണം. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയാൽ ഒരുപാട് ആൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിച്ചതുപോലെ അവരോടും സംസാരിച്ചിരുന്നു. ആ സ്നേഹത്തിൻ്റെ ബലത്തിൽ എന്നെ കാണാനും സന്ദർശിക്കാനും വരുന്നിരുന്നു. നമുക്കൊക്കെ പ്രായമായി, എനിക്ക് ഒരുപാട് കാലം ഉണ്ടാവുന്നു. ഹജ്ജും മുറ ഒരുപാട് ചെയ്യാൻ കഴിയുന്നൊന്നും നമുക്കറിയില്ല, അത് അള്ളാഹ്ക്കേ അറിയും. ഉള്ളത്ര ആ ടൈം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. വെറും ഒരു ഗോസ് വാരിയാക്കി കളയല്ല. അത് നിങ്ങൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ പരിഭാവനമായ നിങ്ങളെ യാത്ര അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു ബുദ്ധിമുട്ടും ഒരു ആഫത്തും വരാതെ എല്ലാ അമലും മഖബൂലും മഖ്ബൂറുമാകാൻ വേണ്ടി അള്ളാഹു വിധി കൂട്ടട്ടെ. ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് പോകാനും ഞങ്ങൾക്കും പോകാനും അള്ളാഹു വിധി കൂട്ടട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ്, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ആരോട് ദേഷ്യപ്പെട്ടിട്ടോ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടോ പോകാൻ പാടില്ല. അയൽവക്കാരോടോ കുടുംബക്കാരോടോ എന്തെങ്കിലും നിരസവം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് അവരും പൊരുത്തത്തോട് നിങ്ങളായിരിക്കണം നിങ്ങളെ യാത്ര. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഹജ്ജ് ചെയ്താൽ പോരാ, അതിൻ്റെ പവർഫുള്ള് കിട്ടണം. എന്ത് വേണം? എല്ലാവർക്കും പുറത്തു കൊടുക്കുക. എല്ലാവരും ആരെന്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കുക. കുടുംബക്കാരെ വിശേഷിച്ചിട്ട് ഇന്നത്തെ കാലം അങ്ങനെയാണ്. ജ്യേഷ്ഠനെ അനുജന് കണ്ടുവിടാ, അനുജന് ജ്യേഷ്ഠന് കണ്ടുവിടാ, ഉപ്പാനെ മക്കൾക്ക് കണ്ടുവിടാ. ഉമ്മാനും ഉപ്പാനും കൊല്ലുന്ന മക്കളാണ് ഇപ്പോൾ ഒരു കാലത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനെല്ലാം ശരിയാക്കിയിട്ട് പോയാൽ മതി. നിങ്ങളിൽ നിന്ന് കുറേ പൈസ കൊടുക്കാണ്ടില്ല, അവനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ടൊക്കെ നിങ്ങൾ പോകണം. അല്ല, നിങ്ങൾക്ക് കുറേ പൈസ കിട്ടാനുണ്ട്, ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണമല്ല. ദേഷ്യപ്പെട്ടിട്ട് എന്നെ അങ്ങനെ ആക്കിയിട്ടൊന്നും നമ്മൾ ഹജ്ജിനെ സ്വീകരിക്കേണ്ട അല്ലാ. അപ്പം അതുപോലെ പോകാൻ നമുക്ക് പറ്റണം. ദീർഘമായി സംസാരിക്കുന്ന എനിക്കറിയില്ല. ഇങ്ങനൊരു നാടൻ വാക്ക് പറയും പോലെ പ്രസംഗിക്കാനൊന്നുമല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ പറയാനേ എനിക്കറിയൂ. ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ല, അതിൻ്റെ ഒരു കൊണക്കട. പിന്നെ ഈ യാത്ര പോകുന്ന ആളോട് വളരെ സ്നേഹമുള്ളത് കൊണ്ട് അതിൻ്റെ പൊരുൾ അറിയുന്നതുകൊണ്ട്, സ്നേഹം മാത്രമല്ല ഹജ്ജിൻ്റെ ഉംറൻ്റെ പൊരുൾ അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കാനുള്ള കാരണം. അതുകൊണ്ട് റബ്ബേ, ഒരുപാട് രോഗികളും രോഗമില്ലാത്തവരും ഉള്ളവരും ഒക്കെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. അല്ലാ, നീ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മഖ്ബൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സിയാറത്ത് ചെയ്ത് വരാനുള്ള ഭാഗ്യത്തെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. എന്തു പാകപ്പിഴവുകൾ ഞങ്ങളിത് വന്നു പോയിട്ടുണ്ടെങ്കിലും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. നിൻ്റെ ഹജ്ജ് സ്വീകരിക്കുന്ന ഹജ്ജ് ആക്കണേ അല്ലാ. ഇങ്ങനെ ഞങ്ങൾ ഹജ്ജ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ആക്കല്ല, ഞങ്ങൾ ഹജ്ജിൽ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് പ്രാവശ്യം ഹജ്ജിന് ഉംറക്ക് പോകാനുള്ള ഭാഗ്യത്തെ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. യാ അല്ലാ, വല്ല തെറ്റ് ഒരുപാട് ദോഷങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടേ, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ ദോഷം ചെയ്തുകൊണ്ടേ, പലതും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടേണ്ട്. എല്ലാത്തിനും നീ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. യാ അല്ലാ, സന്തോഷത്തോടു കൂടെ പോയി ഹജ്ജും ഉംറയും ചെയ്ത് അതിൻ്റെ പരിപാലനമായ എല്ലാ സമ്പത്തും കരസ്ഥമാക്കി നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം എത്താനുള്ള ഭാഗ്യത്തിന് നിങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ പാവങ്ങളും പുറത്തുകൊണ്ട് നിങ്ങളെ എല്ലാ സാലിയായ മുറാദിന് അള്ളാഹു ഹാസിലാക്കി തരട്ടെ. ഞാൻ വിടവാങ്ങുകയാണ്.
ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് അവിടെ ഓർമ്മ വേണം. എന്ത് കൊടുത്തിട്ട് പറയിക്കാനൊന്നും പറ്റൂലല്ലോ, ഇപ്പോൾ കൊടുക്കുന്ന ആൾ അങ്ങനത്തെ കാരണട്ട. അത് ഓർമ്മ വേണം. വന്നാൽ ആരെങ്കിലും അങ്ങോട്ട് ചെറുക്കളയിലോ അവിടെ വരുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.